അപ്പം നമ്മൾ തൗസിൻ്റെ വ്യൂ പോയിന്റിൽ പോയിട്ട് അതുപോലെ തിരിച്ചു വന്നു. കാരണം അവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ 25,000 എന്ന് പറഞ്ഞു. ജസ്റ്റ് ആ ഒരു വ്യൂവിന് വേണ്ടി മാത്രം കയറാനായിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല. ഇന്ന് ഭയങ്കര ഫ്ലോപ്പ് ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഫുള്ളായിട്ട് എല്ലാവരുടെയും നിന്നും ഇങ്ങനെ കാശ് വാങ്ങുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ഇവിടുന്ന്. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ സിമ്മ് ഇടയ്ക്ക് വെച്ചിട്ട് ബ്ലോക്കായി. ഇടയ്ക്ക് വെച്ചിട്ട് നെറ്റൊക്കെ പോയി. ഇടയ്ക്ക് വെച്ച് നമ്മൾ പിന്നെ നമ്മൾ പുതിയ സിം എടുത്തു. അപ്പം അതിന് എക്സ്ട്രാ കാശ് പിന്നെയും പോയി. അപ്പം പിന്നെ ഇപ്പോൾ വന്നേക്കുന്നത് ഡയമണ്ട് ബീച്ചിലാണ്, അത്തുക് ബീച്ചിനകത്ത്. അതിൻ്റെ അടുത്താണിത്. അപ്പം അവിടെ എത്രയായിരുന്നു ഒരാൾക്ക്? ഇവിടെ 35 ആണ്. പിന്നെ ഇത് ആക്ച്വലി വേർത്താണെന്ന് തോന്നുന്നു 35. നേരത്തെയൊക്കെ ഞാൻ മുന്നേ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ 10K ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് 35 ആയി. ഇനിയിപ്പോൾ ഇൻക്രീസ് റേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം മറ്റെവിടെ ആണെങ്കിലും പോയവരെല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക 1000 വ്യൂ പോയിന്റ്. കാരണം അത്രയും കാശ് കൊടുത്ത് പോകാൻ അവിടെ ഒന്നും ഇല്ല എന്നുള്ള രീതിക്ക് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഡയമണ്ട് ബീച്ചിലോട്ട് പോകാം. ഇറങ്ങുമ്പോൾ നോക്കി കാണാൻ പോകും. താഴെ അങ്ങ് പോയാൽ പോവും. മതി അതിൽ അഭ്യാസം കാണിക്കില്ല. അപ്പം നമ്മൾ ഡയമണ്ട് ബീച്ചിൻ്റെ അവിടെ എത്തില്ല. ഡയമണ്ട് ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത്തുക് ബീച്ചും. അപ്പം നമ്മൾ ഫസ്റ്റ് അത്തുക് ബീച്ചിലോട്ട് പോയിട്ട് ഡയമണ്ട് ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മേളത്തെ ജസ്റ്റ് ഒരു വ്യൂ ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ അത്തുക് ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് പോകാൻ വെച്ചാൽ അതിൻ്റെ വഴി കേട്ടോ. ഇതോടെ ഒരു കുഞ്ഞ് ബോർഡ് എഴുതിയിട്ടുണ്ട് അത്തുക് ബീച്ചിൽ. അതൊക്കെ ഇറങ്ങിയത് ഡയമണ്ട് ബീച്ച് കണ്ടി. അത്തോ ബീച്ച് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഓരോ പടി വെച്ച് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ നോക്കി തന്നെ ഇറങ്ങുന്നു. ഞാൻ വീഡിയോ ഒന്നും നോക്കുന്നുമില്ല. പിന്നെ ഈ പടി ഇറങ്ങുന്ന വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ പല്ലിറക്കും പോകല്ലോ. ഇതത്ര പോപ്പുലർ അല്ല. അങ്ങനെ ഇവിടെ ആരും വരുന്നില്ലല്ലോ. കാരണം അവിടെ നിന്നുള്ള എല്ലാവരും ഡയമണ്ട് ബീച്ചിലോട്ടേ പോകുള്ളൂ. നമുക്ക് അങ്ങോട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയത്. അല്ല, പക്ഷെ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ 2 ബീച്ചും. ഇങ്ങോട്ട് ഇറങ്ങിയാൽ കാണത്തുള്ളൂ. ഇനി കുറേ പടിയുണ്ട്. ഞങ്ങൾ പടിയൊക്കെ അങ്ങ് താഴെ എത്തിയിട്ട് തിരിച്ചു വരാം. അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ കുറേ പണി നടക്കുന്നുണ്ട്. ഇനി അടുത്ത പടി വന്നു. എത്ര മനോഹരമായ ആചാരങ്ങൾ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇതിന് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഒന്നും കഴിച്ചതുമില്ല. നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ഈ വ്യൂ കൊള്ളാം. ഞാൻ വ്യൂ എടുക്കട്ടെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ എന്തോന്നാണ് കുറേ ഇലയാണോ ഒളിഞ്ഞ് അവിടെ എടുക്കുക. അപ്പം നമ്മൾ അത്തുക് ബീച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് പോയില്ല. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഡയമണ്ട് ബീച്ചിൽ പോകണമായിരുന്നു. അപ്പം ഡയമണ്ട് ബീച്ചിൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റീപ്പാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങ് അറ്റം വരെ പോയിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും 2 സൈഡ് ഓഫ് ബീച്ചാണല്ലോ. അപ്പോൾ വിചാരിച്ചു ഡയമണ്ട് ബീച്ചിൽ തന്നെ പോയി കംപ്ലീറ്റ് കാണാമെന്ന് വെച്ചാൽ ഒരു 3/4 വരെ അത്തുക് ബീച്ചിൻ്റെ പോയിട്ട് നമ്മളിനി അടുത്തത് ഡയമണ്ട് ബീച്ചിലോട്ട് പോവാണേ. അപ്പം നമ്മളിതാ ഡയമണ്ട് ബീച്ചിലെത്തി. നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും ഡയമണ്ട് ബീച്ച്. ഫ്രണ്ട് നാൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. താഴോട്ടേക്ക് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് കിട്ടും. അപ്പോൾ അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. താഴെ എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം.
നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാനും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. എൻ്റെ അമ്മ താഴോട്ട് കാണണോ? ഇറങ്ങി പടികളൊന്നും കാണുന്നില്ല. ഒരാൾ കയറി കയറി അങ്ങനെ പൊക്കോ. നമ്മൾ താഴെ പോകണമെങ്കിൽ ശരിക്കും കുറേ കഷ്ടപ്പെട്ടാൽ മാത്രമേ മുകളിലെത്തുള്ളൂ. ഇതായിരുന്നു വഴി. നമ്മൾ താഴെ വരെ പോയി ആ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടു കാണും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മുകളിലെത്തി. ബേസിക്കലി ഫിറ്റല്ലാത്തവർക്ക് അതിൻ്റെ താഴെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ വിചാരിക്കും പടി ഇറങ്ങി തുടങ്ങുമ്പോൾ ഭയങ്കര ഈസിയാണ്, പക്ഷെ താഴെ റോപ്പൊക്കെ പിടിച്ചിറങ്ങണം. അപ്പം കയ്യിന് സ്ട്രെങ്ത്ത് കുറവാണ് അല്ലെങ്കിൽ കാലിന് വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. ഇറങ്ങി ഞങ്ങൾ തിരിച്ച് കയറി, പക്ഷെ കുറേ കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടവരെ ചില ഭാഗങ്ങൾ കയറാൻ ഭയങ്കര പാടാണ്. ഭയങ്കര നാരോ സ്റ്റെപ്പാണ്. നമ്മൾ വീഡിയോ എന്നുള്ള പേടിയാണ്. അതവിടുന്ന് വേർത്തതാണ്. അതല്ല, താഴെ പോകണമെങ്കിൽ നിങ്ങൾ വെള്ളം ആദ്യം സ്റ്റോക്ക് ചെയ്തിട്ട് പോകണം. കാരണം ചിലപ്പോൾ താഴെ കട, അവിടെ ഒരു കടയുണ്ട്, പക്ഷെ ഇന്നില്ലായിരുന്നു. ഇപ്പോൾ വെള്ളം കാണത്തില്ല. അപ്പം അതെ കട, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാ ദിവസവും ഓപ്പൺ ആവാം. അതുമല്ല ഒരുപാട് രാത്രി കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അപ്പം ഞങ്ങളിനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അതെ, ഇവിടെ പൈസ കൊടുത്തത് എന്തായാലും ഉപയോഗം ഉണ്ടായി. പക്ഷെ താഴോട്ട് ഇറങ്ങണോ അത് ജസ്റ്റ് മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതിയോ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം അടുത്ത ബാക്കി തീരുമാനിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് കയറാൻ പാടായിരിക്കും. കാരണം അങ്ങ് താഴോട്ട് പോകും തോറും വഴി ചെറുതായി ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വഴിയില്ല, പടിയില്ല. അതായത് കല്ലിൻ്റെ ഇടയിൽ കൂടെ റോപ്പ് പിടിച്ചിറങ്ങേണ്ട അവസ്ഥ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം. അതെ, വീണ് കഴിഞ്ഞാൽ പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊക്കി എടുത്തിട്ട് വരാൻ പോലും ഭയങ്കര പാടായിരിക്കും. അതുപോലെ വേറെ അങ്ങനെ സ്റ്റാഫോ മോണിറ്ററിങ്ങോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ റിസ്കിൽ പോവുക, നമ്മുടെ റിസ്കിൽ വരാം. അവിടെ എഴുതി വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അതെ, പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു 57 മിനിറ്റ് വണ്ടി ഓടിച്ചാലേ വീടത്തുള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം. അടുത്ത വീഡിയോ ഇനിയിപ്പോൾ ന്യൂസ് ഓഫ് പെന്നിയുടെ ഒരു വീഡിയോയും കൂടെ കാണും. അതൊന്നല്ല, ചിലപ്പോൾ 2-3 വീഡിയോ ആയിരിക്കും. നാളെയും കൂടെ ഞങ്ങൾ ന്യൂസ് ഓഫ് പെന്നിയുടെ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ബാക്കി കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇരുട്ടിക്കൂടെ പോവാണ്. 7 മണി ആയുള്ളൂ, പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ട്. ഏതോ കാടിനകത്തൂടെയുള്ള വഴിയാണ്.